Hi dear students. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്സിന് എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്, ഏതൊക്കെ ഇക്വേഷൻസ് പഠിച്ചാലാണ് ഓണം എക്സാമിന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുക, തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുക. സോ ചാപ്റ്റേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് കോറിലേഷൻ അനാലിസിസ് ആണ്, സെക്കൻഡ് ചാപ്റ്റർ റിഗ്രഷൻ അനാലിസിസ്, തേർഡ് ചാപ്റ്റർ എലമെന്ററി കാൽക്കുലസ്, ഫോർത്ത് ചാപ്റ്റർ നമ്മുടെ റാൻഡം വേരിയബിൾസ് ആൻഡ് നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ വരുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇക്വേഷൻസിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ പഠിക്കാനായിട്ടുള്ളത്? കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ലൈവിൽ ഓൾറെഡി വൺ ഷോട്ട് റിവിഷൻ ക്ലാസ്സസ് നമ്മൾ പോകുന്നുണ്ട്. കോറിലേഷൻ അനാലിസിസിലാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററും അതേപോലെ തന്നെ ഇക്വേഷൻസ് ഏതൊക്കെയാണ് വരുന്നത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റിഗ്രഷൻ അനാലിസിസിന് ഇതേപോലെ തന്നെ എല്ലാ ഇക്വേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഡിസ്കഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇനി 5 ചാപ്റ്റേഴ്സിൻ്റെയും കേസ് നോക്കുകയാണെങ്കിൽ ഇക്വേഷൻസ് എത്രയാണ് പഠിക്കാനായിട്ടുള്ളത്? ഏകദേശം ഒരു 40 ഇക്വേഷൻസ് ആണ് ഓണം എക്സാമിലേക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാം പ്ലസ് ടുവിൽ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി പ്രോബ്ലംസ് ആണ് നമുക്ക് വരുന്നത്. സോ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി വരുന്നുണ്ടായിരിക്കുക. ആൻഡ് തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന് യൂഷ്വലി ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കോറിലേഷൻ ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, സീറോ കോറിലേഷൻ ഉണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ റാൻഡം വേരിയബിൾസിന് റിപ്പീറ്റഡ്ലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്, ഇങ്ങനെയാണ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഓണം എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ആയിട്ടായിരിക്കും ഇനി ഞങ്ങൾ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വൺ ഷോട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള എലമെന്ററി കാൽക്കുലസിൽ എന്തൊക്കെ ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെ ചോദ്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടായിരിക്കുക, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇന്നത്തെ ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം.